പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി കമ്മ്യൂണിറ്റി ഹാളിന് മുന്നിലാണ്. ഇവിടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തുന്ന സ്പർശം 2025 എന്ന പ്രോഗ്രാമാണ് ഇവിടെ നടക്കുന്നത്. ഇത് പാലിയേറ്റീവ് ബന്ധുസംഘമാണ്. അപ്പോൾ അവരുടെ ഒരു 85 പേർക്കോളം ഓണക്കിറ്റ് വിതരണമുണ്ട്, ഓണാഘോഷമുണ്ട്, അതുപോലെ ഓണസദ്യയുണ്ട്. അതൊക്കെ ഇവിടെ നടക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. നമസ്കാരം. ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ സമ്മേളനത്തിന്റെ ഭാഗമാകുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം തന്നെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹത്തിന്റെ സൗരഭ്യത്തിലും സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും പുണ്യ നിമിഷങ്ങളിലൂടെയാണ് നാം ഇന്ന് ഓണാഘോഷത്തിലേക്ക് ഒരുമിച്ച് സഞ്ചരിക്കുന്നത്. കേരളത്തിന്റെ സ്വന്തം പൈതൃക മഹോത്സവമായ ഓണം നമ്മുടെ ഹൃദയങ്ങളിൽ പുതുവൈഭവം നിറയ്ക്കുന്ന മഹത്തായ ഒരു അനുഭവമാണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും പ്രാഥമിക ആരോഗ്യ കേന്ദ്രവും സംയുക്തമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് രോഗി ബന്ധു സംഗമം അവരോടൊരുമിച്ച് പങ്കുചേരുന്ന ഓണാഘോഷ പരിപാടി. മുതിർന്നവർക്കുള്ള ആദരവും സ്നേഹവും പങ്കിടുന്നതാണ് ഇന്നത്തെ ഈ മഹത്തരമായ സംഗമം സ്പർശം 2025. ജീവിതാനുഭവങ്ങൾ കൊണ്ട് നമ്മെ പ്രകാശിപ്പിക്കുന്ന മുതിർന്നവർ നമ്മുടെ ശക്തിയുടെയും പ്രചോദനത്തിന്റെയും സ്തംഭങ്ങളാണ്. അവരെ കൈപിടിക്കാനും അവർക്കൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും സമൂഹത്തിന്റെ ഉത്തരവാദിത്തം തിരിച്ചറിയാനുള്ള അവസരമാണ് സ്പർശം 2025. ഈ ചടങ്ങിന്റെ ഭാഗമാകുവാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മുടെ ഔദ്യോഗിക പരിപാടി ദൈവാനുഗ്രഹത്തോടെ ആരംഭിക്കുന്നതിനായി ഈശ്വര പ്രാർത്ഥനയ്ക്കായി ആശ ടീമിനെ ക്ഷണിക്കുന്നു. ജീവിതം ഞങ്ങൾക്കു കർമ്മമാകേണം, ജീവിതം ഞങ്ങൾക്കു കർമ്മമാകേണം, ജീവിതം ഞങ്ങൾക്കു അഭിമാനമാകേണം, ജീവകഥാ അനുഗ്രഹമേകൂ. സാംസ്കാരിക പൈതൃകത്തെ അഭിമാനത്തോടെ വിളിച്ചോടുക്കാം. സ്ത്രീകളുടെ ഐക്യത്തിന്റെ സൗന്ദര്യത്തിന്റെ അടയാളമായ തിരുവാതിര നമ്മുടെ കലാസംസ്കാരത്തിന്റെ ഭാഗമാണ്. ഈ മഹത്തായ ദിനാഘോഷത്തിന്റെ വേദിയെ അനശ്വരമാക്കാൻ നമ്മുടെ ഒരു തിരുവാതിരയാണ് ഇവിടെ അരങ്ങേറുന്നത്. അവരുടെ ആ മനോഹരമായ പെർഫോമൻസിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയും ക്ഷണിച്ചു കൊടുക്കുന്നു. ഞാൻ കേട്ടില്ല, കൊഴലും ഞാൻ കേട്ടില്ല, മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താരി സഖി മുത്തു. കൊഴലും ഞാൻ കേട്ടില്ല, മുല്ലക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു കൂത്താരി സഖി മുത്തു പതിച്ചൊരു കൂത്താരി. കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, കണ്ണാടിയില്ലാഞ്ഞോ കളിയാട്ടം കൂടിട്ടോ, പച്ചമുറുക്കിനെതിരിലൊക്കെ മുട്ടുപതിച്ചൊരു കൂട്ടാലി. നടനം ചെയ്യണം.
മലയാളി കുമ്മിയടിച്ചിടും. വളരെ മനോഹരമായി ഒരു ദൃശ്യഭംഗിയോടെ കൂടി തന്നെ നമ്മളുടെ മുൻപിൽ തിരുവാതിര അവതരിപ്പിച്ച എല്ലാ PHC സ്റ്റാഫുകൾക്കും നന്ദി അറിയിക്കുന്നു. ഒരു മനോഹരമായ മെലഡി അവർക്ക് ഒരിക്കൽ കൂടി കൊടുക്കാമോ? താങ്ക് യു. ഔപചാരികമായി ഏവരെയും സ്വാഗതം ചെയ്യുന്നത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുര്യാക്കോസ് അവറുകളാണ്. ഇന്നത്തെ നമ്മുടെ പരിപാടിയുടെ ആദ്യ ചുവടുവെപ്പ് മുതൽ എല്ലാ ഘട്ടങ്ങളിലും തന്റെ കരുതലും നേതൃത്വം നൽകി ഈ വേദി യാഥാർത്ഥ്യമാക്കിയ ബഹുമാനപ്പെട്ട ശ്രീ പ്രമോദ് കുര്യാക്കോസ് സാറിനെ ഏറെ സ്നേഹത്തോടും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യായ ഈ യോഗത്തിന്റെ അധ്യക്ഷത പദം അലങ്കരിക്കുന്ന പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശാന്തമ്മ തോമസ്, ഇന്ന് നമ്മുടെ ഈ സ്പർശം 2025 പാലിയേറ്റീവ് കുടുംബ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന ആരാധ്യയായ കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ തൃക്കൈവൃത്താനം ഡിവിഷനിലെ മെമ്പറും ജില്ലാ പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണുമായ ശ്രീമതി മഞ്ജു സുജിത്, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ അനിലം ചാണ്ടി, ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യനായ നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസ്, ബഹുമാനപ്പെട്ട നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളായ ശ്രീ KM ഫിലിപ്പ്, ജെനീവയ്ക്ക് കുമാർ, പ്രിയ കുമാരി, CG വർഗീസ് തുടങ്ങിയ ജനപ്രതിനിധി, CS സുധൻ തുടങ്ങിയ ജനപ്രതിനിധികൾ, അതോടൊപ്പം തന്നെ ഈ വേദിയിലുള്ള നമ്മുടെ പ്രിയങ്കരായ നമ്മുടെ മെഡിക്കൽ ഓഫീസർ, അതോടൊപ്പം തന്നെ ഇന്ന് നമ്മളിവിടെ ആദരിക്കപ്പെടുന്ന വിശിഷ്ട വ്യക്തികൾ, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരായ ശ്രീ ജോൺ ബേബി, ശ്രീ ശ്യാം കെ വർഗി, ശ്രീ അനിൽ കുമാർ, ശ്രീ ജിജി എരുത്തിക്കൽ, ശ്രീ രാജീവ് മഞ്ഞാക്കിൽ തുടങ്ങിയ സഹപ്രവർത്തകരെ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഇത്രയും സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, പത്രപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തും പുതുപ്പള്ളിയിലെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സ്പർശം 2025 എന്ന നാമധേയത്തോടുകൂടി നമ്മുടെ പഞ്ചായത്തിന്റെ കീഴിലുള്ള പാലിയേറ്റീവ് കെയറിൽ ചികിത്സയ്ക്കുള്ള രോഗികളുടെ കുടുംബ സംഗമം, അതോടൊപ്പം തന്നെ ഓണാഘോഷ പരിപാടികളും ഓണാഘോഷ പരിപാടികളുണ്ട്, അതോടൊപ്പം തന്നെ ആദരിക്കലുണ്ട്, ഓണസദ്യയുണ്ട്, ഓണക്കിറ്റ് വിതരണമുണ്ട്, ഗാനമേള, വിവിധ കലാപരിപാടികൾ ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളരെയധികം സന്തോഷവും അഭിമാനവുമുണ്ട്. നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ആരോഗ്യ രംഗത്ത് നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ നമ്പർ 1 ആണ് നമ്മൾ. ആ ശ്രദ്ധ ഇന്നും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം വളരെ ശ്രദ്ധയോടെ പാലിയേറ്റീവ് കെയർ പരിചരണത്തിന് നമ്മൾ മുൻപന്തിയിലാണ്. ഏകദേശം 2 ദശാബ്ദമായുള്ളൂ പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട്. അതിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കാലങ്ങളായി വളരെ ശ്രദ്ധയോടുകൂടിയും കരുതലോടുകൂടിയും പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുണ്ട്. നമ്മൾ ഈ വർഷത്തെ ആണെങ്കിലും പദ്ധതി വിഹിതത്തിൽ തന്നെ 16 പദ്ധതികളാണ് മെഡിക്കൽ ഓഫീസറുടെ ഇംപ്ലിമെന്റ് ഓഫീസറായി നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ശ്രദ്ധേയമായി തന്നെ നമുക്കറിയാം, പാലിയേറ്റീവിന് ഒരു വർഷത്തെ അടങ്കൽ തുകയായിട്ട് 12 ലക്ഷം രൂപയോളം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എല്ലാ തുകയും കൂടെ വരുമ്പോൾ ഏകദേശം 50 കോടി രൂപയോളം ആരോഗ്യ രംഗത്ത് PHC ആയി ബന്ധപ്പെട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതിന് ശ്രദ്ധേയമായത് 10 ലക്ഷം രൂപയോളം തനത് ഫണ്ടും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആയുർവേദ രംഗത്ത് ആയുർവേദ ഹോസ്പിറ്റലിന് 10 ലക്ഷം രൂപയോളം മരുന്ന് വാങ്ങാനുള്ള അടക്കം നമ്മൾ മാറ്റിവെക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ ഹോമിയോ ആശുപത്രിക്ക് 2 ലക്ഷം രൂപയോളം മരുന്ന് വാങ്ങൽ അടങ്കത്തുകൾ മാറ്റിവെക്കാറുണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അവരുടെ ജീവിത കഷ്ടപ്പാടുകളിൽ കരുതലും താങ്ങുമായി നിൽക്കുവാനുള്ള ഒരു കരുതലാണ് പാലിയേറ്റീവ്. പാലിയേറ്റീവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമുക്കറിയാം. ഒരു ലത്തീൻ ഭാഷയിൽ നിന്നാണ് ഉണ്ടായത്. പല്ലിയാർ എന്ന ലത്തീൻ ഭാഷയിൽ നിന്നാണ് പാലിയേറ്റീവ് എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത്. ആ പല്ലിയാർ എന്ന്
കഷ്ടപ്പെടുന്ന രോഗികൾക്ക് ഒരു അങ്കി പുതപ്പിച്ചുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുന്നതാണ് പാലിയേറ്റീവ്. മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ സ്വാന്തനം, കരുതല് എന്നൊക്കെ നാം പഠിക്കാറുണ്ട്. അത് പുതുപ്പള്ളിയെ സംബന്ധിച്ചോളം കേരളത്തിൽ എല്ലാ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ പ്രദേശ സഹകരണ സ്ഥാപനങ്ങളോടൊപ്പം തന്നെ വളരെ ശ്രദ്ധയോടെ അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് 320ഓളം രോഗികൾ പാലിയേറ്റീവ് കെയറുമായി ബന്ധപ്പെട്ട് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കീഴിലുണ്ട്. അതിൽ കുറച്ച് രോഗികളോ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളൂ. മറ്റുള്ളവർക്കൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിക്കാത്തതാണ്. അവർക്ക് ഈ ഓണം, മലയാളികളുടെ ദേശീയ ഉത്സവമായ ഓണം ആഘോഷവും അതോടനുബന്ധിച്ച് അവരുടെ ബോധവൽക്കരണ ക്ലാസുകളും അതുപോലെ തന്നെ ഇന്നിവിടെ നമ്മളെ നിർദ്ധരായ പാലിയേറ്റീവ് രോഗികൾക്കായിട്ട് ഏകദേശം 20 ഓണ സാധനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് 100ഓളം ഓണ കിറ്റുകൾ ഇന്നിവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ഇതെല്ലാം വളരെ സന്തോഷം, നമ്മുടെ ഓണത്തിന്റെ സന്തോഷം നിങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളും പങ്കിടുവാനാണ് ഇതുപോലെയുള്ള സംഗമങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. പാലിയേറ്റീവ് ദിനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനുവരി 15 അന്താരാഷ്ട്ര പാലിയേറ്റീവ് ദിനം. പക്ഷെ നമ്മൾ ഈ ഓണാഘോഷ പരിപാടികളോടാണ് ഈ കുടുംബ സംഗമം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ എത്തിച്ചേർന്നിരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും വളരെയധികം സന്തോഷത്തോടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് നമ്മുടെ ബഹുമാന്യയായ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പൊന്നമ്മ ചന്ദ്രനായിരുന്നു. നമുക്കെല്ലാം അറിയാം, ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് വിവിധ അവാർഡുകൾ നേടിയ ആയുർവേദ ഹോസ്പിറ്റൽ പുതുപ്പള്ളിയിൽ, നമ്മുടെ കോട്ടയം ജില്ലയിൽ 5 ഹോസ്പിറ്റലുകൾക്ക് അവാർഡുകൾ, കൈഫലം എന്ന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അത് ഏറ്റുവാങ്ങാനായിട്ട് പ്രസിഡന്റ് തിരുവനന്തപുരത്ത് പോയത് മൂലമാണ് ഇന്ന് ഇവിടെ എത്താതിരുന്നത്. ബഹുമാനപ്പെട്ട ഇന്ന് ഇവിടെ അധ്യക്ഷത വഹിക്കാമെന്ന് ഏറ്റിരിക്കുന്ന നമ്മുടെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി ശാന്തമ്മ തോമസ് ആണ്. ശാന്തമ്മ ചേച്ചി ആന്റിയെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കഴിഞ്ഞ 10-20 വർഷമായി ജനപ്രതിനിധിയാണ് ഈ പഞ്ചായത്തിൽ, എല്ലാവർക്കും പരിചയമുള്ള ഒരു മുഖമാണ്. ബഹുമാനപ്പെട്ട ശാന്തമ്മ തോമസിനെ ഔപചാരികമായി ഈ യോഗത്തിലേക്ക് ഞാൻ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമുക്ക് ഈ യോഗം ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് ഏറ്റിരുന്നത് ബഹുമാനായ നമ്മുടെ പ്രിയങ്കനായ പുതുപ്പള്ളിയുടെ MLA അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ അവറുകളാണ്. അദ്ദേഹം ഇന്നലെ വൈകിട്ട് എന്നെ വിളിച്ചറിയിച്ചു, ദേഹാസ്വാസ്ഥ്യം മൂലം ഞാൻ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കുന്നില്ല, തിരുവനന്തപുരത്ത് അത്യാവശ്യമായിട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ കാരണത്തിന് ഈ പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി നമ്മുടെ ഇന്ന് മുഖ്യ പ്രഭാഷകയായി ഇവിടെ എത്തിയാൻ സമ്മതിച്ചിരുന്ന നമ്മുടെ മഞ്ജു സുജിത്തിന് ഇനി പരിപാടിയിൽ ഉദ്ഘാടനം നിർവഹിക്കാമെന്ന് നമ്മോട് സമ്മതിച്ചു. അതിൽ വളരെ സന്തോഷമുണ്ട്. മഞ്ജു സുജിത്തിനെ പറയുമ്പോൾ നമ്മുടെ സമീപത്ത് തന്നെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള തൃക്കൊടിത്താനം ഡിവിഷനിലെ ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. കഴിഞ്ഞ 5 വർഷമായി ശ്രദ്ധേയമായ വികസന പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കോട്ടയം ജില്ലാ പഞ്ചായത്തിന് തന്നെ ഒരു മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു വളരെ കഴിവുറ്റ ഒരു ജനപ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ കോട്ടയം ജില്ലയിൽ തന്നെയല്ല, നമ്മുടെ സംസ്ഥാനത്ത് തന്നെ വിവിധ സ്ത്രീ മുന്നേറ്റത്തിന്റെയും സ്ത്രീകളുടെ ശാക്തീകരണത്തിനുമുള്ള പല സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുപോലെ തന്നെ മികച്ച ഒരു പ്രഭാഷകൻ കൂടിയാണ്. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്താണെങ്കിലും മറ്റ് വിവിധ പരിപാടികളിലും കോട്ടയം ജില്ലയിലെ നല്ല രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. നമ്മൾ ഇവിടെ വിളിച്ചപ്പോൾ കഴിഞ്ഞപ്പോഴേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ ഇവരെ നമ്മുടെ ബഹുമാനപ്പെട്ട മെമ്പർ നെബു ജോണോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് വേണ്ട സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ വിവിധ ആശയങ്ങളുമായി ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ ചെയ്തു തരുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ ഈ സമയത്തുള്ള നന്ദി നിങ്ങൾ നമ്മുടെ പഞ്ചായത്തിന്റെ പേരിൽ അറിയിക്കുകയും കൂടിയാണ്. നമ്മളെ ക്ഷണം സ്വീകരിച്ച് കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്ന കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെ പ്രിയങ്കരിയായ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു സുജിത്തിനെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ ഈ പാലിയേറ്റീവ് ദിനത്തില് നമ്മൾ നിർദ്ധരായ രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണമുണ്ട്. ഏകദേശം 20 ഐറ്റംസ് ഉൾപ്പെടുത്തിക്കൊണ്ട് 100ഓളം പേർക്കാണ് ഇന്ന് നമ്മൾ കിറ്റ് വിതരണം ചെയ്യുന്നത്. ഈ കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തുമായി സഹകരിച്ച നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. ഇന്ന് ആ കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത് നമ്മുടെ പുതുപ്പള്ളിക്ക് തന്നെ അഭിമാനമായ വളരെ മാതൃകാപരമായ പ്രവർത്തനം കൊണ്ട് ശ്രദ്ധേയമായ ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയ പ്രിയപ്പെട്ട അനിലം ചാണ്ടിയാണ്.
അദ്ദേഹത്തിനെ ഞാനിവിടെ കൂടുതലായിട്ട് പറയേണ്ട നിങ്ങൾക്കെല്ലാം അറിയാം. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ കോവിഡ് കാലത്ത് 3.5 ലക്ഷം രൂപയുടെ അരിയാണ് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് അദ്ദേഹം വാങ്ങി തന്നെ ആ ലോക്ക്ഡൌണിന്റെ കാലത്ത്. അതിനുശേഷം അദ്ദേഹം ഈ കഴിഞ്ഞ കാലങ്ങളിൽ 8 നിർധനരായ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് ഭൂമി ദാനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ സബ് സെന്റർ, നമുക്കറിയാം എരമ്പല്ലൂർ സബ് സെന്റർ സ്ഥലമില്ലായിരുന്നു. ആ സബ് സെന്റർ പണിയുന്നതിന് പഞ്ചായത്ത് ഞങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ 7 സെന്റ് മതിയായിരുന്നെന്ന് DMO പറഞ്ഞു. അവിടെ ചെന്നപ്പം സ്ഥലമൊക്കെ സന്ദർശിച്ചപ്പോൾ DMO പറഞ്ഞു 1 സെന്റിലൂടെ കിട്ടുവാണെങ്കിൽ പാർക്കിങ്ങിന് സൗകര്യമുണ്ട്. അന്നേരം ഒരു വിഷമവും കൂടാതെ 1 സെന്റ് കൂടി എടുത്തു 8 സെന്റ് സ്ഥലം സൗജന്യമായി ആധാരം എഴുതി നമ്മുടെ സെക്രട്ടറി നൽകുകയുണ്ടായി. അത്ര ആ കാര്യങ്ങളിലൊക്കെ മാത്രമേ ഇത്രയും വളരെ ഒരു വ്യക്തിത്വത്തിന് ഉടമയായ അല്ലം ചാണ്ടിയാണ് പാവങ്ങൾക്ക് നമ്മുടെ ഇവിടുത്തെ കിറ്റ് വിതരണം ചെയ്യാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. നമ്മൾ ഈ കിറ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഇന്നത്തെ മുഴുവൻ അരിയും അദ്ദേഹമാണ് സ്പോൺസർ ചെയ്ത്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് എല്ലാവരുടെയും വളരെ സന്തോഷത്തോടെ ആർദ്രമായി സ്വാഗതം ചെയ്തുകൊള്ളു. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ആതുര സേവനത്തെ രംഗത്തെ കർമ്മനിരതരായ വ്യക്തികളെ ഇന്ന് നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അതിൽ ആദരിക്കുന്ന വ്യക്തിയെ കോട്ടയത്ത് നമ്മളിവിടെ സാബു പുതുപ്പറമ്പിലും അല്ലം ചാണ്ടിയും ഡോക്ടർ N പ്രിയയുമാണ്. ഡോക്ടറെ എത്തിയിട്ടുണ്ട്, എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് ആദരിക്കുന്ന വ്യക്തികള് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാനിന്ന് പരിചയപ്പെടുത്തുകയാണ്. വിനീത KK, നമുക്കറിയാം കഴിഞ്ഞ 2 ദശാബ്ദത്തോളം നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പാലിയേറ്റീവിന്റെ നേഴ്സായിട്ട് സേവനം ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ന് പ്രീതിയെ അറിയാത്ത കുടുംബങ്ങളില്ല. വളരെ നിസ്വാർത്ഥ സേവനത്തിലൂടെ വളരെ സാന്ത്വനമായ കരുതലോടെ അവരെ സ്നേഹിച്ച് കെട്ടിപ്പിടിഞ്ഞ എനിക്കറിയാം. എൻ്റെ വാർഡില് ഒരു രോഗി പാലിയേറ്റീവ് കിടപ്പ് രോഗിയായിരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രീത ആ രോഗിയുടെ മുടി വെട്ടിക്കൊണ്ടിരിക്കുകയാണ്, കുളിപ്പിക്കുകയാണ്. അത്രയ്ക്ക് ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മാതൃകാപരമായ ഒരു നേഴ്സാണ്. നമ്മുടെ കേരളത്തിനും പ്രത്യേകിച്ച് പുതുപ്പള്ളിക്കും അഭിമാനമാണ്. ആ പ്രീതയാണ് നമ്മളെല്ലാം ആദരിക്കുന്നത്. പ്രീതയെ ആദരിക്കുന്നത് നമുക്കറിയാം. നമ്മുടെ ഡോക്ടർ N പ്രിയ ആയിരുന്നു അദ്ദേഹം. ഡോക്ടർ എത്തിച്ചേർന്നില്ലെങ്കിൽ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമായ സാബു പുതുപ്പറമ്പിലാണ്. അദ്ദേഹം ഏതാനും നിമിഷങ്ങളോടെ എത്തിച്ചേരാൻ സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹവും നമുക്കറിയാം കഴിഞ്ഞ 10-20 വർഷമായി നമ്മുടെ കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിലെ നിർധനരായ രോഗികൾക്ക് ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു മാന്യ വ്യക്തിത്വമാണ്. അദ്ദേഹം എത്തിച്ചേർന്നെങ്കിലും അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് N രാധാകൃഷ്ണൻ. ഞാനിവിടെ സൂചിപ്പിച്ചു 2 ദശാബ്ദങ്ങളായി പുതുപ്പള്ളിയിലെ ചാരിറ്റി ക്ലബുകളുമായി ഇതുപോലെയുള്ള പാലിയേറ്റീവ് കെയറുകളും സൗജന്യ മെഡിക്കൽ ക്യാമ്പുകളും ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ ഒരു സംഘടനയെ പുതുപ്പള്ളി ചാരിറ്റി ക്ലബ് എന്ന് രൂപം കൊടുത്തുകൊണ്ട് നിരവധി ഡോക്ടർമാരുടെ സഹായത്തോടെ അദ്ദേഹം കഴിഞ്ഞ കാലങ്ങളിൽ സേവനം ചെയ്യുകയുണ്ടായി. അത് ഈ നാട്ടിലെ പാവപ്പെട്ട സാധാരണ രോഗികൾക്ക് വളരെയധികം പ്രയോജനങ്ങളുണ്ടായി. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. നിരവധി രോഗികളുടെ നമുക്കറിയാം വിവിധ ഹോസ്പിറ്റലുകളുടെയൊക്കെ ക്യാമ്പുകൾ നടത്തി സൗജന്യമായി നേത്ര ചികിത്സകളൊക്കെ നടത്തിയത് നിരവധി രോഗികൾക്ക് അതിന്റെ ആശ്വാസം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ന് നമുക്കറിയാം പുതുപ്പള്ളിയിലെ പാടി സൊസൈറ്റിയിൽ തന്നെ എല്ലാ ദിവസവും സൗജന്യമായിട്ട് ഡോക്ടർമാർ വന്ന് എല്ലാ ക്ലിനിക്കുകൾ അദ്ദേഹം നടത്തിക്കൊണ്ടുവരുന്നു. തന്റെ ഈ പരിമിതമായ കഴിവുകൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇത്ര വലിയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ ഒരു അർപ്പണബോധം കൊണ്ടാണ്. പുതുപ്പള്ളി നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ പേരിലും അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ടും ഈ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നതിലുള്ള സന്തോഷവും സ്നേഹവും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് നമ്മൾ ഇന്നിവിടെ ആദരിക്കുന്നത് ഞാനിവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മന്ദിരം ഹോസ്പിറ്റലിലെ പാലിയേറ്റീവ് കെയർ ടീമിനെയാണ്. അവിടുത്തെ ഡോക്ടർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡോക്ടറോട് ഒപ്പം തന്നെ നമ്മുടെ പ്രീതിയുമായിട്ട് ആ ടീം എപ്പോഴും നമ്മോടൊപ്പം അവരോട് പോകാറുണ്ട്.
നമ്മുടെ PHSCയെക്കാളുപരിയായ സേവനങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ലഭ്യമാക്കിക്കൊണ്ട് മറ്റുള്ള സഹായങ്ങളൊക്കെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഓരോ വ്യക്തികളിൽ നിന്നും സ്വീകരിച്ചുകൊണ്ട് നമ്മോടൊപ്പം സഹകരിക്കുന്ന മന്ദിരം പാലിയേറ്റീവ് കെയർ പ്രവർത്തകരെ ഈ അവസരത്തിൽ പഞ്ചായത്തിന്റെ പേരിൽ യോഗത്തിന്റെ പേരിൽ അഭിനന്ദിച്ചുകൊണ്ടും ഈ ആദരവ് ഏറ്റുവാങ്ങാമെന്നിട്ട എല്ലാ ബഹുമാനപ്പെട്ട ഡോക്ടറെ അടക്കം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്ത ഇവിടെ ആശംസകൾ അറിയിക്കാമെന്ന് എത്തിയിട്ടുള്ള നമ്മുടെ പള്ളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സിബി ജോൺ, അദ്ദേഹം ഇവിടെ ഏതാനും നിമിഷങ്ങൾ എത്തിച്ചേരും. അദ്ദേഹത്തിന്റെ അഭാവത്തിലും അദ്ദേഹത്തിന് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. അടുത്തത് നമുക്കറിയാം, നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ ശാന്തമ്മ ഫിലിപ്പോസ് അവറുകളാണ്. ഇതുപോലെയുള്ള എല്ലാ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം എപ്പോഴും സഹകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഡോക്ടറെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റേച്ചൽ കുര്യൻ ഇവിടെ എത്താൻ സമ്മതിച്ചിട്ടുണ്ട്. റേച്ചൽ കുര്യന്റെ അഭാവത്തിലും ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അടുത്തത് നമുക്കറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ 6ാം വാർഡ് മെമ്പറും വിവിധ സന്നദ്ധ സംഘടനകളിലും ക്ലബ്ബുകളുടെയൊക്കെ ഭാരവാഹിയുമായ നമ്മുടെ ജിനു കെ പോളാണ്. ജിനു കെ പോളിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് അടുത്തത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് അംഗവും വിവിധ മഹിളാ സംഘടനകളുടെ നേതൃത്വവും വിവിധ സൊസൈറ്റികളിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രിയകുമാരിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്കറിയാം, നമ്മുടെ പുതുപ്പള്ളിയുടെ പ്രിയങ്കരനായ 8ാം വാർഡിലെ മെമ്പർ CS സുധൻ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CS സുധനെ വളരെയധികം സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കുന്ന ജനപ്രതിയായ നമ്മുടെ പ്രിയങ്കരനായ 17ാം വാർഡ് മെമ്പർ ജിനു വി കുമാർ. അദ്ദേഹവും ഈ ചാരിറ്റി പ്രവർത്തനങ്ങളോട് എല്ലാ വർഷവും നമ്മളോടൊപ്പം വളരെ സന്തോഷത്തോടെ സഹകരിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ഏതെല്ലാ വർഷങ്ങളും അദ്ദേഹത്തിന്റെ ഒരു സംഭാവന ഇതിനകത്തുണ്ടായിരിക്കും. പ്രിയപ്പെട്ട ജിനു വി കുമാറിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് നമ്മുടെ 4ാം വാർഡിന്റെ പ്രിയങ്കരിയായ സിജി മാത്യു ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സിജി വർഗീസിന് ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായിട്ട് ഞങ്ങളുടെ എല്ലാം മൂത്ത ജ്യേഷ്ഠനായിട്ട് പഞ്ചായത്ത് കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും പുതുപ്പള്ളിയിലെ നിരവധി പാടി സൊസൈറ്റി അടക്കമുള്ള മെഡിക്കൽ സ്റ്റോർ അതിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അതിലൊക്കെ നമ്മളെ സഹായിക്കുകയും എപ്പോഴും ഒരു കൈത്താങ്ങായി നമ്മോടൊപ്പം നിൽക്കുന്ന ബഹുമാനായ മോനിച്ചായൻ എന്ന് നമ്മൾക്ക് പറയും. 5ാം വാർഡ് പ്രിയങ്കരനായ മെമ്പർ KM ഫിലിപ്പിന് ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അടുത്തത് ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ പുതുപ്പള്ളിയിലെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, പുതുപ്പള്ളിയിലെ നേതാക്കന്മാരോട് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ എപ്പോഴും നമ്മളോട് സഹകരിക്കുന്ന CPIMന്റെ ലോക്കൽ സെക്രട്ടറി ജോൺ ബേബി അവറുകളെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ. അതോടൊപ്പം തന്നെ നമുക്കറിയാം, പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റുമായിട്ട് പ്രവർത്തിക്കുന്ന സാം കെ വർഗിയെ എല്ലാവർക്കും പരിചയമുള്ളതാണ്. അദ്ദേഹം നിരവധി സാമൂഹിക സംഘടനകളിലും ചാരിറ്റി ക്ലബുകളിലും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുമായ സാം കെ വർഗിയെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളും. അടുത്തതായിട്ട് നമ്മുടെ പുതുപ്പള്ളിയിലെ BJPയുടെ പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ രാമചന്ദ്രൻ നായർ പഞ്ചായത്തുകളുടെ എല്ലാ പരിപാടികളിലും തക്ക സമയത്തെത്തി നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും ആശംസകളും അർപ്പിക്കുന്ന ബഹുമാന്യ രാമചന്ദ്രൻ നായരെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തതായിട്ട് CPIയുടെ പുതുപ്പള്ളി മണ്ഡലം സെക്രട്ടേറിയറ്റ് മെമ്പറായി പ്രവർത്തിക്കുന്ന ശ്രീ അനിൽകുമാറെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. അദ്ദേഹവും ഇപ്പോൾ നമ്മുടെ പാടി സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് മെമ്പറും കൂടിയാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അടുത്തത് കേരള കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും നിരവധി വ്യാപാരി വ്യവസായിയും അടക്കമുള്ള നിരവധി സംഘടനകളുടെ പ്രവർത്തനങ്ങളുടെ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ബഹുമാനായ നമ്മുടെ ജിജി എരുത്തിക്കലിനെ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തോളൂ.
അടുത്തതായിട്ട് നമ്മുടെ രാജീവ് വടശ്ശേരിയിലാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളുമായിട്ട് അദ്ദേഹം നമുക്ക് വളരെയധികം നിർദ്ദേശങ്ങളും ആശംസകളും അതോടൊപ്പം തന്നെ നല്ല കാര്യങ്ങളും പങ്കാളിയാക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോട് ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തോളൂ. പിന്നെ ഇവിടെ സൂചിപ്പിക്കാനുള്ളത് വളരെ സന്തോഷമുണ്ട്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലെ പുതുപ്പള്ളിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിസ്, വളരെ അഭിമാനമാണ് ആരോഗ്യ വകുപ്പിനും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്. ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം 10 കോടി രൂപയിലേറെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. പരിമിതമായ നമ്മുടെ PHC ഓഫീസിലും സ്ഥലസൗകര്യങ്ങൾക്ക് വളരെ പരിമിതമാണെന്ന് നമുക്കറിയാം. പക്ഷെ അതിൽ ഇരുന്നുകൊണ്ട് ഈ പഞ്ചായത്തിലെ മുഴുവൻ കാര്യങ്ങളും ആരോഗ്യപരമായ കാര്യങ്ങൾക്കും വളരെയധികം ശ്രദ്ധയോടെ ഞങ്ങൾക്ക് തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എന്നെ തന്നെ വളരെ തിരക്കിനിടയിരിക്കുമ്പോഴായിരിക്കും ജനപ്രതിനിധികൾ വിളിക്കാൻ, ഡോക്ടറെ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, സാരമില്ല വിട്ടേത്. അങ്ങനെ പല നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനങ്ങളിൽ നിരവധി ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഡോക്ടർ ഒരു വൈമനുഷ്യവും കൂടാതെ വളരെ ആർജവത്തോടും ഉത്തരവാദിത്തോടും അർപ്പണബോധത്തോടും കൂടെ പ്രവർത്തിക്കുന്ന ഒരു ഡോക്ടറാണ്. ഈ ഡോക്ടർ നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു അഭിനന്ദനമാണ്, ഒരു അഭിമാനമാണ്. ആ ഡോക്ടറെ വളരെയധികം സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പങ്കെടുക്കുന്ന പനച്ചിക്കാട് മെഡിക്കൽ ഓഫീസർ ഇവിടെ പങ്കെടുക്കുന്ന ഡോക്ടർ സൗമ്യ മാഡം, കഴിഞ്ഞ കാലങ്ങളെല്ലാം നമ്മുടെ ഡോക്ടർ ലിസിനോടൊപ്പം നിന്നുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ സൗമ്യ മാഡത്തെ വളരെയധികം സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ നമ്മുടെ പാലിയേറ്റീവിന്റെ മെഡിക്കൽ ഓഫീസറായ ഡോക്ടർ അജിത് മോഹൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്രദ്ധേയമായ ക്ലാസുകളിൽ കൂടെ ബോധവൽക്കരണത്തിൽ കൂടെ ഈ ആതുര സേവന രംഗത്ത് കർമ്മനിരതനായി എപ്പോഴുമുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്തോളൂ. അടുത്തതായിട്ട് ഇവരെല്ലാം ഈ കഴിഞ്ഞ സ്പർശനമടക്കമുള്ള മുഴുവൻ പരിപാടികൾക്കും പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തുമായിട്ട് തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ച നമ്മുടെ ബഹുമാനായ HI സാജുവിനെ വളരെയധികം അഭിനന്ദിക്കുകയാണ്. ഈ പഞ്ചായത്തിലെ എല്ലാ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ മെഡിക്കൽപരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈ പരിപാടികളുടെ വൻ വിജയമാക്കാൻ എല്ലാ പഞ്ചായത്ത് ഭരണസമിതിയെക്കാളും ഇപ്പം മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. സാജു സാറിനെ എല്ലാവരുടെയും പേരിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലും അഭിനന്ദിക്കുകയും ആർദ്രമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ PHCയിലെ HIമാര്, നേഴ്സുമാര് എല്ലാവരും ഇവിടെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഈ പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ആരോഗ്യ മേഖലകളിലും അവർ ബന്ധപ്പെട്ട സേവനങ്ങളെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ടും വളരെയധികം സന്തോഷത്തിലൂടെ അവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ പങ്കെടുക്കുന്ന പഞ്ചായത്തിലെ സ്റ്റാഫ് ഉദ്യോഗസ്ഥരെ അവരെയൊക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പിന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പാലിയേറ്റീവിലെ ചികിത്സയിൽ കഴിയുന്ന രോഗികൾ, നിങ്ങളെ എല്ലാവർക്കും കരുതലും താങ്ങും നിങ്ങളായിട്ട് നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റും ഈ നാട്ടിലെ ജനങ്ങളുമുണ്ട് എന്നുള്ള ഒരു സ്നേഹ പ്രകടനത്തിന്റെ ഒരു മീറ്റിംഗ് കൂടിയാണിത്. ഈ വർഷത്തെ ഓണാഘോഷം, അത് ഓണം തുടങ്ങുകയാണ്. നമ്മുടെ മലയാളികളുടെ ദേശീയോത്സവമായ ഓണത്തിന്റെ എല്ലാ തത്വങ്ങളും ദർശനങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാം, പ്രതിജ്ഞയെടുക്കാം. ഇത്രയും ക്ഷീണിതരാണെങ്കിലും നിങ്ങളെല്ലാവരും, നമുക്കറിയാം രാവിലെ തൊട്ട് നിരവധി പ്രയത്നങ്ങളിലൂടെയാണ് ഇവർ എത്തിയത്. വിവിധ സ്ഥാപനങ്ങളിലെ ആംബുലൻസുകൾക്ക് നമുക്ക് സൗജന്യമായി ലഭിച്ചു. നമ്മുടെ വില്ലേജ് കോപ്പറേറ്റീവ് ബാങ്ക്, ലീഡർ K കരുണാകരൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, അതോടൊപ്പം തന്നെ പുതുപ്പള്ളി വലിയ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച്, ഇവരുടെയൊക്കെ വാഹനങ്ങളിലാണ് നമ്മുടെ ആശാ വർക്കർമാരുടെ സേവനത്തോടു കൂടിയാണ്, സഹായത്തോടുകൂടിയാണ് അവർ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഈ യോഗത്തിലേക്ക് വളരെയധികം സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനിയായ സിസ്റ്റേഴ്സ് പാലിയേറ്റീവ് ബന്ധപ്പെട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. സിസ്റ്റേഴ്സിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ പത്രപ്രവർത്തകനായ ബഹുമാനായ വിനോദുണ്ട്. വിനോദിനെ ഈ യോഗത്തിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇവിടെ അവർ സൂചിപ്പിച്ചതുപോലെ ഈ പാലിയേറ്റീവ് ദിനം എന്നിവിടെ ആഘോഷിക്കാൻ വേണ്ടി വളരെ നിരവധി പുതുപ്പള്ളിയിലെ സംഘടനകൾ, സ്ഥാപനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിലേറ്റവും മുൻപന്തിൽ ബെസ്റ്റ് ഹോട്ടലാണ്. അവരെ പ്രിയപ്പെട്ട പ്രേമനെ നമുക്കെല്ലാം അറിയാം. ഇതുപോലെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ വളരെ ശ്രദ്ധേയമായ മാർഗങ്ങൾ, ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സഹായങ്ങളും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. ആ സ്ഥാപനത്തെ ഈ യോഗത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അധ്യാപക കോപ്പറേറ്റീവ് ബാങ്ക്, ഡോക്ടർ ബൈജു ഗുരുക്കള്, അതോടൊപ്പം
അതോടൊപ്പം തന്നെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജേക്കബ് വർഗീസ്, അതുപോലൊപ്പം തന്നെ നമ്മുടെ വിവിധ ഹോട്ടലിലെ ESM ഹോട്ടൽ അടക്കമുള്ള പാർക്ക് റെസിഡൻസി ഹോട്ടൽ, ഇങ്ങനെയുള്ള നിരവധി ഹോട്ടലുകാർ ഒക്കെ നമ്മൾ നല്ല ചോദിക്കുന്നതിലുപരിയായി സന്തോഷത്തോടെ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഈ കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് യോഗത്തിന് വേണ്ടി സഹായിച്ച മുഴുവൻ വ്യക്തികളെയും ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തുകൊണ്ട് പാലിയേറ്റീവിലെ അവരെ എല്ലാവരും ഈ അദ്ദേഹത്തിൽ ഓർക്കുകയാണ്. ഇവിടെ ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഡോക്ടർ അപർണ തോട്ടയ്ക്കാട് മെഡിക്കൽ ഹോസ്പിറ്റലിലെ പാലിയേറ്റീവിലെ ഡോക്ടറാണ്. ഡോക്ടറെ വളരെയധികം സന്തോഷത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ സ്വാഗത പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. സ്വാഗത പ്രസംഗം പറഞ്ഞ ചെയ്യുന്ന ശ്രീമതി മഞ്ജു സുജിത്ത്, എല്ലാവരുടെയും പേരെടുത്തെടുത്ത് പറയാൻ തന്നെ 1 മണിക്കൂർ വേണം. സമയമില്ലാത്തതുകൊണ്ട് വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഇത് ഞാൻ പറയുന്നത് ഒരു വർഷം 2 പ്രാവശ്യമെങ്കിലും വെക്കണം. ഇവർക്ക് കിറ്റ് കൊടുക്കണ്ട, ഇവരെ വിളിച്ചു വരുന്നത് ഇവരുടെ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവർ സഹകരിച്ച് സന്തോഷത്തോടെ പോകണം. പിന്നെ നമ്മുടെ പാലിച്ചിന്റെ പ്രീതിയെ പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. പ്രീതിയോളം കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. എന്റെ വാർഡിൽ തന്നെ പല പ്രാവശ്യം വന്ന് ഞാൻ ചെന്ന് കാണുമ്പോൾ ഇപ്പൊ ഉദ്ഘാടനം സ്വാഗതം പറഞ്ഞാൽ വന്നു കഴിയുമ്പോൾ എല്ലാവരും കൊണ്ട് സഹകരിക്കാനും സംബന്ധിക്കാനും സാധിക്കും. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ശാന്തമ്മ തോമസിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ സ്പർശം തീർത്തുകൊടുക്കുന്ന ഈ മഹത്തരമായ പരിപാടിയുടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മഞ്ജു സുജിത് മേഡമാണ്. കഴിഞ്ഞ 5 വർഷമായി കോട്ടയം ജില്ലയുടെ ശ്രദ്ധേയമായ വികസന പദ്ധതികൾക്ക് മുൻപിൽ നിൽക്കുകയും കൂടാതെ ബഹുമാനപ്പെട്ട മേഡം ഒരു ഭാഷാ പണ്ഡിതയാണ്, ഒരു നല്ല പ്രഭാഷകയുമാണ്. നിരവധി വനിതാ സംഘടനകളുടെ നേതൃത്വം വഹിക്കുകയും ചെയ്യുന്നു. ഈ ചടങ്ങിനെ ദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിനായി ശ്രീമതി മഞ്ജു സുജിത് മേഡത്തെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രീത എവിടെയാണ്? പ്രീത ഞാൻ കണ്ടില്ല. പ്രീത എവിടെ? ഓക്കെ, പ്രീതയുടെ പേര് പരാമർശിച്ചപ്പോൾ തന്നെ ഇവിടെ കൈയടിക്കുന്ന കേട്ടു. പ്രീതയെ കണ്ടതിന് ശേഷം സംസാരിക്കാമെന്ന് കരുതി. ഏറ്റവും പ്രിയങ്കരിയായ പ്രീത KK, ഇവിടെ സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യരായ ജനപ്രതിനിധികൾ, ഏറ്റവും പ്രിയങ്കരായ ഡോക്ടേഴ്സ്, ഡോക്ടർ അജിത് മോഹൻ ജോസഫ് ഞങ്ങളുടെ തൃക്കുടത്താനത്തിന്റെ മെഡിക്കൽ ഓഫീസറായിട്ട് ഒരുപാട് നാള് മാതൃകാപരമായ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. തുടർന്ന് നമ്മുടെ സെക്കൻഡറി പാലിയേറ്റീവ് കെയറിന്റെ ചുമതല വഹിച്ചു. എന്ത് പ്രശ്നം ഞങ്ങൾക്ക് വരുമ്പോഴും ഞങ്ങൾ വിളിക്കുന്ന ഒരു ഡോക്ടറാണ്. അതിലെല്ലാം ഉപരി ദേശീയ തലത്തിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയുടെ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ നമ്മുടെ ജില്ലയിലെ പല ഭാഗങ്ങളിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിക്കൊണ്ടിരുന്ന ഒരു വലിയ വ്യക്തിത്വമാണ് ഡോക്ടർ അജിത് മോഹൻ ജോസഫ്. അതുപോലെ ഇവിടുത്തെ നമ്മുടെ അപർണ ഡോക്ടർ തോട്ടയ്ക്കാട്ട് പറഞ്ഞിരുന്നു. അങ്ങനെ മിസ്റ്റർ രാധാകൃഷ്ണൻ, ബാക്കി സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യരെ, ഏറ്റവും പ്രിയമുള്ളവരെ, ഈ പാലിയേറ്റീവ് കെയർ രോഗി ബന്ധു സംഗമം എന്നെപ്പറ്റി ഒരുപാട് നല്ല വാക്കുകൾ ബഹുമാനപ്പെട്ട വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിക്കേണ്ട. ഞാൻ ചോദിക്കുകയായിരുന്നു, ഞാനിന്ന് ഇവിടെ നിൽക്കാൻ കാരണം ഈ പാലിയേറ്റീവ് കെയറിനെ കുറിച്ച് മനസ്സിലാക്കിയത് ഞാനിവിടെ സൂചിപ്പിച്ചുവല്ലോ. ദേശീയ തലത്തിലെ ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനയായ ഗ്ലോബൽ ക്യാൻസർ കൺസേൺ ഇന്ത്യയുടെ മാനേജരായിരിക്കുമ്പോഴാണ്, ഡൽഹിയിൽ പ്രവർത്തിക്കുമ്പോഴാണ് MBA കഴിഞ്ഞ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ട് HR മാനേജറായിരിക്കുമ്പോൾ, അറിയാലോ HR മാനേജർ എന്ന് പറഞ്ഞാൽ ഓഫീസിലിരിക്കേണ്ട വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്റെ ഓഫീസിന്റെ കുറച്ചു പേര് പാലിയേറ്റീവ് കെയർ വർക്കിനായിട്ട് ഇറങ്ങും. അപ്പൊ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറോട് ഞാൻ ചോദിച്ചു, സർ എന്നെ ഒന്ന് ഇവരോട് പോകാൻ അനുവദിക്കാം. അപ്പൊ നമ്മൾ ഹയർ അതോറിറ്റി ഒഫീഷ്യൽസാ, ടോപ്പ് മാനേജ്മെന്റ് ലെവലാണ്, നമുക്ക് അങ്ങനെ പോകേണ്ടതില്ല. അത് പോകുന്നത് പ്രത്യേകിച്ച് ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ള ഞങ്ങളുടെ പാലിയേറ്റീവ് കെയറിലെ നേഴ്സസും അവരൊക്കെ ട്രെയിൻ ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സും ഒക്കെയാണ്. ഒരു 3-4 പേരാണ്
ഈ പാലിയേറ്റീവ് കെയർ സംവിധാനത്തിലേക്കും ഫീൽഡിലേക്ക് ഇറങ്ങിപ്പോകുന്നത്. അപ്പൊ എനിക്കൊരാഗ്രഹം, എന്താണ് ഈ ഹോം കെയർ, എന്താണ് ഈ പാലിയേറ്റീവ് കെയർ എന്നൊന്നറിയണം എന്ന് ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബ്രിഗേഡിയർ അഹുജയോട് റിക്വസ്റ്റ് ചെയ്തു. അപ്പൊ എന്നോട് പറഞ്ഞു, ശരി മഞ്ജു, ഞാനും കൂടെ വരാം, നമുക്ക് രണ്ടുപേർക്കൂടെ ഒന്നിച്ച് ആ ടീമിന്റെ കൂടെ ഒന്ന് യാത്ര ചെയ്യാം. ഇന്ന് കാണുന്ന ഡൽഹി അല്ല 2000-2003 ഡൽഹി എന്ന് പറയുന്നത്. അന്ന് ഒരുപാട് ചേരി പ്രദേശങ്ങളും ഒരുപാട് വികസനവും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ. അതൊക്കെ ആ ഉള്ളത് പറയുന്ന കുറച്ച് സ്ഥലം കഴിഞ്ഞാൽ തങ്ങൾ മനുഷ്യരാണെന്ന് പോലും ചിന്തിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ചേരി പ്രദേശങ്ങളുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ ഈ ചേരി പ്രദേശങ്ങളിലും കോളനികളിലും ഒക്കെ ഈ ടീമിന്റെ കൂടെ ഞാൻ പോവുകയും അവിടെ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തതോടെ ഓഫീസ് തലത്തിലല്ല എന്റെ പ്രവർത്തന മേഖല എന്ന് ചിന്തിച്ച് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിയ വ്യക്തിയാണ്. അപ്പൊ ഇന്ന് ഈ രോഗി ബന്ധു സംഗമത്തിൽ എത്തിച്ചേരാനും എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിലും എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പരിപാടിയായി പങ്കെടുക്കാൻ കഴിയുന്നതിലെ ഏറ്റവും ഹൃദയസ്പർശിയായ പരിപാടിയായി ഈ പ്രോഗ്രാമിനെ ഞാൻ നോക്കിക്കാണുന്നു. എന്നെ ഇവിടേക്ക് ക്ഷണിച്ചതിനുള്ള എല്ലാ നന്ദിയും കടപ്പാടും ഈ ഭരണസമിതിയോട് ആദ്യമേ തന്നെ അറിയിച്ചുകൊണ്ടത്. ഇവിടെ പാലിയം എന്ന പിന്നീട് ഞാൻ 2002-03 ഈ സംഘടനയിൽ 3 ഈ സംഘടനയിൽ നിൽക്കുമ്പോൾ അന്നാണ് ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നൊരു വാക്ക് ഞാൻ കേൾക്കുന്നത്. കേരള മോഡൽ, കേരളത്തിന്റെ വികസന മാതൃക. അപ്പൊ ഞാൻ ഓർത്ത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഇവിടുന്ന് പോയി എനിക്ക് ഈ കേരളത്തെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ കേരള മോഡൽ ഡെവലപ്മെന്റ് ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയിൽ ഞാൻ ഇരിക്കുന്നു. WHO ഡോക്ടർ ചെറിയാൻ വർഗീസ് ഉൾപ്പെടെ ഡോക്ടർ ലെവസ്റ്റി ഉൾപ്പെടെ നമ്മളവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ എല്ലാവരും അവിടെ കേരള മോഡൽ ഡെവലപ്മെന്റ്, അപ്പൊ ഇത്രയും വലിയ സംഭവമാണ് കേരളം എന്ന് എനിക്ക് ഭയങ്കര, കാരണം ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, ആ ഒരു പ്രായത്തിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി പഠിക്കുന്ന സമയത്താണ്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷവും, ഡിഗ്രി കഴിഞ്ഞ് PGയുടെ സമയത്താണ് സന്തോഷവും ഒക്കെ തോന്നി. എന്തായിരിക്കും ഈ കേരള മോഡൽ ഡെവലപ്മെന്റ്? അപ്പൊ ഇവിടുന്ന് നമ്മുടെ ഡോക്ടർ ചെറിയാൻ, WHO ഡോക്ടർ ചെറിയാൻ വർഗീസാണ് കേരള മോഡൽ ഡെവലപ്മെന്റിനെ കുറിച്ച് പറഞ്ഞത്. അങ്ങനെ ആദ്യത്തെ ഒരു സംഘടന പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി എന്ന് പറയുന്ന കോഴിക്കോടുള്ള മെഡിക്കൽ കോളേജിനോട് ചേർന്നുള്ള ബഹുമാനനായ നമ്മുടെ ഇന്ത്യൻ പാലിയേറ്റീവ് കെയറിന്റെ പിതാവെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന MR രാജഗോപാൽ സാറും ഡോക്ടർ സുരേഷ് കുമാർ എന്ന് പറയുന്ന പാലിയേറ്റീവ് കെയറിലെ കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സുരേഷ് കുമാറോട് ചേർന്ന് നമ്മുടെ ഏറ്റവും മലയാളിയുടെ അഭിമാനമായ മമ്മൂട്ടിയെ ഫാഷനാക്കിക്കൊണ്ട് നടത്തിയ ഒരു സംഘടനയുടെ പേരാണ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി. ആ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി നോർത്ത് മലബാർ മേഖലകളിലുള്ള കേരളത്തിന്റെ നോർത്തേൺ സൈഡിൽ 16 പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ സ്ഥാപിക്കാനിടയായി. ആ 16 പാലിയേറ്റീവ് കെയറിന് സാമ്പത്തിക സഹായം ചെയ്ത പാർഷ്യലി സാമ്പത്തിക സഹായം ചെയ്ത സംഘടനയാണ് ഗ്ലോബൽ ക്യാൻസർ കൺസേൺ ഇന്ത്യ ആസ് വെൽ ആസ് UK. ഞങ്ങളുടെ സിസ്റ്റർ കൺസേൺ ആയ UK-യിൽ നിന്നുള്ള GCC എന്ന സംഘടനയും ഞങ്ങളുടെ ഡൽഹിയിലെ ഗ്ലോബൽ ക്യാൻസർ കൺസേൺ ഇന്ത്യ എന്ന സംഘടനയും കൂടാണ് ഇതിനുവേണ്ടി ഫണ്ടിങ് നൽകുകയും ഇവിടെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്ക് വേണ്ടി ആ 16 പാലിയേറ്റീവ് കെയർ ആദ്യമായിട്ട് 98 മുതൽ നടത്തുവാനായി മുൻകൈ എടുത്തത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്ര അർപ്പണ മനോഭാവമുള്ള ഡോക്ടർ MR രാജഗോപാൽ ഞങ്ങളുടെ ഗ്ലോബൽ ക്യാൻസർ കൺസേൺ ഇന്ത്യയുടെ ആദ്യത്തെ മെഡിക്കൽ അഡ്വൈസർ കൂടിയായിരുന്നു. പിന്നീട് അദ്ദേഹം അമൃതയിലേക്ക് പോവുകയും പിന്നീട് അതിന്റെ ചുക്കാൻ ഡോക്ടർ സുരേഷ് കുമാർ വിളിക്കുകയും തുടർന്ന് ഇത് വളരെ വലിയ രീതിയിൽ ഈ പാലിയേറ്റീവ് കെയർ, കേരള മോഡൽ പാലിയേറ്റീവ് കെയറിനെ ലോകം ഒട്ടൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തു. അന്നത്തെ ഗവൺമെന്റ് 98 ഗവൺമെന്റ് LDF ഗവൺമെന്റ് ഇതിന് വലിയ രീതിയിൽ കൈകൊടുത്തിരുന്നു, വളരെ വലിയ സപ്പോർട്ട് നൽകിയിരുന്നു. അങ്ങനെ ഞാൻ 2005 മറ്റാണെന്ന് തോന്നുന്നു ഇതിന്റെ ഒരു നാഷണൽ ലെവൽ പാലിയേറ്റീവ് കെയറിന്റെ ട്രെയിനിങ് എന്ന ഒരു വലിയ മീറ്റിംഗ് അറേഞ്ച് ചെയ്തു ചെന്നൈയിൽ വെച്ച്. അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർ സുരേഷ് കുമാറുണ്ട്. അന്ന് ഞാൻ ഡോക്ടർ സുരേഷ് കുമാറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അതെന്റെ നിയോഗം എനിക്കായിരുന്നു. അങ്ങനെ ഞാൻ ആ ഡോക്ടർ സുരേഷ് കുമാറായിട്ട് സംസാരിച്ചു. അദ്ദേഹത്തെ വെൽക്കം ചെയ്യേണ്ടത്, ആ പ്രോഗ്രാം കംപ്ലീറ്റ്ലി കോർഡിനേറ്റ് ചെയ്യേണ്ടത് ഞാനായതിനാൽ അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിക്കുമ്പോൾ ഏതാണ്ട് 942 പാലിയേറ്റീവ് കെയർ ആണ് ഇന്ത്യയിൽ ആകമാനമുള്ളതെങ്കിൽ ഏതാണ്ട് 890 പാലിയേറ്റീവ് കെയർ കേരളത്തിലാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ എത്രത്തോളം ഗവൺമെന്റ് ഇതിനെ ജനകീയമാക്കി പദ്ധതിയാക്കി പഞ്ചായത്തുകളെ കൊണ്ട് ഇത്ര വലിയ രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ അന്നെടുത്ത ഗവൺമെന്റ് എടുത്ത ആ എഫേർട്ട് എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഈ കേരള മോഡൽ ഡെവലപ്മെന്റ് എന്നുള്ള ഈ പാലിയേറ്റീവ് കെയറിലേക്ക് നമ്മളെ എത്തിച്ചത്.
തുടർന്ന് 2008 ഞാൻ മനസ്സിലാക്കുന്നു ശ്രീ വി എസ് അച്യുതാനന്ദൻ നമ്മുടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് പാലിയേറ്റീവ് കെയർ നയം കൊണ്ടുവരുന്നത്. അതിനുശേഷം ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ പ്രമോദേട്ടൻ പറഞ്ഞ പോലെ പാലിയേറ്റീവ് ഗ്രിഡ് കൊണ്ടുവരുന്നത്. എന്താണ് ഈ പാലിയേറ്റീവ് ഗ്രിഡ്? ഗവൺമെന്റ് തലത്തിലെ 1000-ഓളം വരുന്ന ഗവൺമെന്റ് ആശുപത്രികളിലെ പാലിയേറ്റീവ് കെയറും ഒപ്പം നമ്മുടെ പ്രൈവറ്റ് മേഖലകളിലെ NGO സെക്ടറെ വോളണ്ടിയറി ഓർഗനൈസേഷനെ എല്ലാം കൂടെ ചേർത്ത് ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നിട്ട് ഏറ്റവും ഗുണമേന്മയുള്ള ചികിത്സാ രീതികൾ, ക്വാളിറ്റിയുള്ള ചികിത്സാ രീതികൾ നൽകിക്കൊണ്ട് ഏതൊരു ആളുടെയും അവരുടെ ലാസ്റ്റ് ബ്രെത്ത് വരെ, അവസാന ശ്വാസം വരെയും നല്ല ഡിഗ്നിറ്റിയോട് കൂടിയുള്ള ക്വാളിറ്റി ആയ ഒരു ജീവിതം ഉറപ്പാക്കുവാനായിട്ടാണ് പാലിയേറ്റീവ് ഗ്രിഡ് കൊണ്ടുവരുന്നത്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇന്ത്യയിൽ പാലിയേറ്റീവ് കെയറിന്റെ ഒരു മാതൃകയായി കേരളം മാറി എന്നുള്ളതാണ്. അവിടെയാണ് കേരളം വ്യത്യസ്തത. ഇവിടെ നമ്മൾ മഹാപ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും ഈ വികസന എന്ന് നമ്മൾ പറയുന്ന സാമ്പത്തികത്തിലായാലും ആയുധ ശേഖരണത്തിലായാലും മറ്റ് കണ്ടുപിടുത്തങ്ങളിലായാലും ഒക്കെ നിരവധിയായ രാജ്യങ്ങൾ ഉള്ളപ്പോൾ, വികസിത രാജ്യങ്ങൾ ഉള്ളപ്പോഴും കോവിഡ് കാലത്തെ പ്രതിരോധിക്കുന്നതിലും അതിജീവിക്കുന്നതിലും കേരളം സ്വീകരിച്ച ഒരു മാതൃക ലോകശ്രദ്ധയെ ആകർഷിച്ചതാണ്. അവിടെയാണ് കേരളം വ്യത്യസ്തമാകുന്നത്. ഈ സാമൂഹികമായ ബന്ധങ്ങളും ബലങ്ങളും പങ്കുവെപ്പുകളും കേരളത്തെ ഇത്തരത്തിലൊരു മാനവികതയിലേക്ക്, ഇത്തരത്തിൽ മാതൃകയായിട്ട് ഉയർത്തി നിർത്തുന്നു എന്നുള്ളതാണ്. ആ മാതൃക, അതാണ് കേരളം ഡിഫറൻ്റ് ആയിരിക്കുന്നത്, വ്യത്യസ്തമായിരിക്കുന്നത്. ആ മാതൃക ഒരിക്കലും തകരാൻ പാടില്ല. മുങ്ങിത്താണിരുന്ന കേരളത്തെ ഉയർത്തിക്കൊണ്ട് വന്നതും ഈ പറയുന്ന സാമൂഹികമായ ബന്ധങ്ങൾ, നമ്മുടെ ബലങ്ങൾ, അതാണ് നമ്മുടെ ബലം. ഒരാൾക്കില്ലെങ്കിൽ മറ്റൊരാൾ കൊടുക്കുന്ന ആ പങ്കുവെപ്പുകൾ, അന്നം മുതൽ അവയവം വരെ നമ്മൾ മലയാളികൾ ദാനം ചെയ്യുന്നില്ലേ? അത്തരത്തിൽ നമ്മൾ കാലങ്ങളായി ആർജിച്ചെടുത്ത, എല്ലാവരെയും ഒരു പ്രശ്നം വരുമ്പോൾ ഒരു കുടക്കീഴിൽ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ആ മലയാളി എന്ന അതിജീവനത്തിന്റെ പേരായി നമ്മൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്ന ഈ ഒരു വിശേഷണത്തെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുവരുവാൻ നമ്മുടെ കേരളീയർക്ക് സാധിച്ചു. അവിടെ ഈ പാലിയം എന്ന വാക്കിൽ നിന്ന്, ലാറ്റിൻ വാക്കിൽ നിന്നാണ് നമ്മൾ പാലിയേറ്റീവ് കെയറിലേക്ക് വന്നത്. പാലിയം എന്ന് പറഞ്ഞാൽ സ്മീസ് ക്ലോക്ക് എന്ന് പറഞ്ഞാൽ മേലങ്കി എന്നാണ്. അതാണ് ഇവിടെ സ്പർശം എന്ന പേരിട്ടപ്പോൾ ഞാനത് ചിന്തിക്കുകയായിരുന്നു. നമ്മൾ വളരെ എന്താ പറയുക, സ്വാതന്ത്ര്യത്തിന്റെ ഒരു സ്പർശം, സാന്ത്വനത്തിന്റെ ഒരു മേലങ്കി അണിയിക്കുക എന്നുള്ളത്. 1960കളുടെ സമയത്ത് ഈ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ടാണ് അന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. ക്യാൻസർ രോഗികൾ, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് അനുഭവിക്കപ്പെട്ട സമയം എത്രയാണെന്നറിയാം, ഞാൻ ഇവരെല്ലാവരോട് എത്ര വേഗം നിർത്താം. അപ്പം ക്യാൻസർ രോഗികളുമായിട്ടാണ് പാലിയേറ്റീവ് കെയറിനെ നമ്മൾ ബന്ധിപ്പിച്ചിരുന്നത് നേരത്തെയൊക്കെ. പിന്നീട് എല്ലാ ടെർമിനലി ഇൽ ക്യാൻസർ രോഗത്തിനും നമ്മൾ ഈ പാലിയേറ്റീവ് കെയർ കൊടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ക്യാൻസർ എന്ന് പറയുന്നത്, പിന്നെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് സ്വാന്തന ചികിത്സ, അതൊരു രോഗിയുടെ അവസാന കാലത്ത് നൽകുന്നതാണോ? ആണോ? കേൾക്കുന്നില്ല? അവസാന കാലത്ത് നൽകുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് മാത്രമല്ല നിങ്ങൾ ആരും കാണേണ്ടതില്ല. അങ്ങനെ ചില തെറ്റിദ്ധാരണകളുണ്ട്. പാലിയേറ്റീവ് കെയർ കേൾക്കുമ്പോഴോ ഇനി എനിക്ക് ചികിത്സയൊന്നുമില്ല, എന്റെ ജീവിതം വേണ്ട അടുത്തു നിന്നൊക്കെ കരുതുന്നത് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. ക്യാൻസർ രോഗത്തെ സംബന്ധിച്ചിടത്തോളം അവയർനെസ്, ഏർലി ഡിറ്റക്ഷൻ, അതായത് ബോധവൽക്കരണം, മുൻകൂട്ടിയുള്ള രോഗനിർണയം, രോഗം കൃത്യസമയത്ത് കണ്ടെത്തി റെഫർ ചെയ്യുക, ഒപ്പം ചില ക്യാൻസറുകൾ അവസാന സ്റ്റേജിൽ കണ്ടെത്തുകയും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അത്തരം കേസുകൾക്ക് നമ്മൾ പാലിയേറ്റീവ് കെയർ നൽകുന്നുണ്ട്. അത് അവരെ ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ ജീവിതം നിലനിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും നല്ല ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കുവാൻ ഒരു സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ പാലിയേറ്റീവ് കെയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്യാൻസർ തലങ്ങളിൽ. അതുപോലെ അല്ലാതെ കിടപ്പ് രോഗികളായിട്ടുള്ളവർക്കൊക്കെ നമ്മൾ പാലിയേറ്റീവ് കെയർ ഇന്ന് കേരളം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് ഈ പാലിയേറ്റീവ് കെയർ രംഗത്തെ കൂടുതൽ വളരെ വലിയ രീതിയിൽ വലിയ മാതൃക നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ പ്രീത എന്ന് പറയുന്ന നമ്മുടെ പാലിയേറ്റീവ് കെയറിലെ നേഴ്സ്, പ്രീതയുടെ പേര് ഞാൻ ഇവിടെ ശ്രദ്ധിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ജനപ്രതിയായതിനു ശേഷം ഒരു പഞ്ചായത്തിലെ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായി, ഒരു പഞ്ചായത്തിലെ ഒരു വീട്ടിൽ ഞാൻ പോയി. അവിടെ ചെന്ന് ആ രോഗി വളരെ ടെർമിനലി ഇല്ലാണ്, വളരെ ബുദ്ധിമുട്ടി കഴിയാണ്. തലേദിവസം ലൂസ് മോഷനും വൊമിറ്റിങ്ങും ഒക്കെ ആയിട്ട് പേഷ്യന്റ് വളരെ സങ്കടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസ്ഥയിൽ ചങ്ങനാശ്ശേരി GH പോയി ട്രിപ്പൊക്കെ ഇട്ട് തിരിച്ചു കൊണ്ടിരുന്നു. ആ അവസ്ഥയിൽ ഞാൻ ആ പേഷ്യന്റിനെ മറ്റെന്തോ സഹായവുമായി ബന്ധപ്പെട്ട് അവിടെ ചെല്ലുന്നു.
അവിടെ ചെന്നപ്പം അവിടെ ഒരിടത്തെ ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സിന്റെ ഇടപെടൽ എന്നെ അക്ഷരാർത്ഥത്തിൽ, ഞാൻ അങ്ങനൊന്നും ആദ്യം വഴക്ക് പറയത്തില്ല, പക്ഷെ അങ്ങേയറ്റം എനിക്ക് സംസാരിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. പാലിയേറ്റീവ് കെയർ എന്താണെന്ന് മനസ്സിലാക്കാത്ത നേഴ്സുമാർ. ഞാൻ ഉടനെ തന്നെ DMO വിളിച്ചിട്ട് പറഞ്ഞു, അടിയന്തരമായി നമുക്ക് ഇവർക്ക് ട്രെയിനിങ് നൽകണം. എങ്ങനെയായിരിക്കണം ഒരു പാലിയേറ്റീവ് കെയർ നേഴ്സ് ഒരു കുടുംബത്തിലേക്ക്, ഒരു വീട്ടിലേക്ക് കയറി ചെല്ലേണ്ടത്, ഒരു പേഷ്യന്റിനെ എങ്ങനെയായിരിക്കണം ട്രീറ്റ് ചെയ്യേണ്ടത്. വലിഞ്ഞു മുറുകി ദേഷ്യപ്പെട്ട് വളരെയധികം മാനസിക സംഘർഷത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു പേഷ്യന്റിന്റെ അടുത്തേക്ക് ദേഷ്യപ്പെട്ട് പ്രത്യേക ഭാവത്തോടുകൂടി അവിടെ ചെന്ന് അവരോട് വഴക്ക് പിടിക്കുന്ന ഒരവസ്ഥ ആ കുടുംബാംഗങ്ങളെയും ആ പേഷ്യന്റിനെ എന്തുമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ഇടപെട്ട് ആ നേഴ്സിനെ അന്നേരമേ പറഞ്ഞയക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും പിന്നീട് അവർ വന്ന് ക്ഷമയൊക്കെ പറഞ്ഞു. അങ്ങനെ പഞ്ചായത്ത് ആ ലേഡിയെ കണ്ടിന്യൂ ചെയ്തു. എനിവേ അവരൊത്തിരി മാറി അതോടുകൂടി. അപ്പം മനുഷ്യരാണ് തെറ്റുപറ്റാം, പക്ഷെ പാലിയേറ്റീവ് കെയർ നേഴ്സുമാരെന്ന് പറയുന്നത് നമ്മുടെ പ്രീതയെപ്പോലുള്ളവരായിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് പ്രീതയെക്കാൾ വലിയ എക്സാമ്പിൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊരു അർപ്പണ മനോഭാവമാണ്. കയ്യിൽ കിട്ടുന്ന അവർക്ക് ലഭിക്കുന്ന നിസ്സാരമായ ശമ്പളമായിരിക്കാം, പക്ഷെ നല്ല മനസ്ഥിതിയോടുകൂടി നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നെങ്കിൽ മാത്രമേ അതിനെ നമുക്ക് ഉൾക്കൊള്ളാനും ആ പാലിയേറ്റീവ് എന്നതിനെ കൃത്യമായ അർത്ഥത്തിലേക്ക് കൊണ്ടുചെല്ലാനും സാധിക്കൂ. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താവേ, കാരണം സമയം നീണ്ടുപോകണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരി ബന്ധമുള്ള പഞ്ചായത്താണ് കേട്ടോ. കാരണം ഉമ്മൻചാണ്ടി സാർ ഇരിക്കുമ്പോൾ ശാന്തമ്മ ചേച്ചി ഓർക്കുന്നുണ്ടാകും. സാറുള്ളപ്പം ഇവിടെ 1-2 പ്രാവശ്യം ക്യാൻസറിന്റെ പ്രോഗ്രാമൊക്കെ ഞാൻ നടത്തിയിട്ടുണ്ട്. അന്ന് സാറിനോട് പറഞ്ഞാൽ സാർ പെട്ടെന്ന് തന്നെ അന്ന് നിബൂജാണ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പിന്നെ പുതുപ്പള്ളി പഞ്ചായത്ത് അത്തരത്തിൽ എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട പഞ്ചായത്താണ്. സാറ് ഉള്ള സമയത്ത് ഇവിടുത്തെ ക്യാൻസർ മൂലം കഷ്ടപ്പെടുന്നവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ അന്ന് എൻ്റെ സംഘടനയ്ക്ക് സാറ് നിരവധി തവണ കത്തയച്ചിട്ടുണ്ട്. ഞാനതൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇവിടെ ജോർജിയനിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ അമ്മ ക്യാൻസർ മൂലം മരണപ്പെട്ടു പോയപ്പം അച്ഛൻ 2ാമത് വിവാഹം കഴിക്കുന്നു. അപ്പൊ ആ കൊച്ചിനെ ആ സ്കൂളിൽ തന്നെ തുടരണം, അതിന് ഫണ്ട് അനുവദിക്കണമെന്നും പറഞ്ഞ് കൊച്ചിനെ സ്പോൺസർഷിപ്പ് എടുക്കണമെന്നും പറഞ്ഞ് എനിക്ക് സാറ് കത്തയച്ചിരുന്നു. ഏതാണ്ട് 3-4 സാമ്പത്തിക പ്രതിസന്ധി മൂലം അന്ന് ഡൽഹിയിൽ നിന്ന് പെട്ടെന്ന് അനുവദിച്ചില്ലെങ്കിലും 3-4 മാസത്തിനകം ആ കുട്ടിയെ ഞങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റി. അങ്ങനെ 200ഓളം കുട്ടികൾക്ക് നമുക്ക് കേരളത്തിൽ സാമ്പത്തികമായി അച്ഛനോ അമ്മയോ ക്യാൻസർ മൂലം മരണപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഓരോ വർഷവും 8000 രൂപ നൽകിക്കൊണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുവാനൊക്കെ സാധിച്ചിരുന്നു. അങ്ങനെ പുതുപ്പള്ളിയുമായിട്ട് എനിക്ക് വളരെ വലിയൊരു ബന്ധം, സുധൻ ചേട്ടൻ ഉൾപ്പെടെ പ്രമോദേട്ടൻ ഉൾപ്പെടെ ഉള്ളവരുടെ ഇവിടെയുണ്ട്. അവരോടൊക്കെ എനിക്ക് ആഴത്തിലുള്ള ബന്ധം ഈ പഞ്ചായത്തിലുണ്ട് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം കൂടെ പറഞ്ഞെന്ന് അവസാനിപ്പിച്ചോട്ടെ, ദീർഘിപ്പിക്കുന്നില്ല. ഞാൻ കൃത്യമായി പറഞ്ഞാൽ നമ്മുടെ ഏതോ ഒരു നാഷണൽ അവാർഡ് വിന്നിങ് ടെലി ഫിലിമുണ്ട്. 5 മിനിറ്റോ മറ്റോ ആണ് ആകെ ആ ഫിലിം. ഞാൻ കേട്ടതാണ്, ഞാൻ കാണാൻ ഇന്നലെ ശ്രമിച്ചു നോക്കി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. ഞാൻ കേട്ടതാണ്. അപ്പൊ ആ 5 മിനിറ്റും ഇതുപോലെ ഒരു ഫാൻ കറങ്ങുന്നത് മാത്രമാണ്. 4 മിനിറ്റും കാണിക്കുന്നത് ഈ ഫാൻ കറങ്ങുന്നതാണ്, വേറൊന്നുമില്ല. അപ്പൊ ഒരു അവാർഡ് വിൻ ചെയ്തിട്ടുള്ള, അവാർഡ് ലഭ്യമായിട്ടുള്ള ഒരു ടെലിഫിലിമിന് ഏതാണ്ട് ആകെ 5 മിനിറ്റ്, അതിൽ 4 മിനിറ്റും ഈ ഫാൻ മാത്രം കറങ്ങുന്നത് എല്ലാവർക്കും അസ്വസ്ഥത ഉളവാക്കുന്നു. എല്ലാവരും അസ്വസ്ഥരാകുകയാണ്. എന്താണ് ഈ ഫാൻ കറങ്ങുന്നത് മാത്രം ഇങ്ങനെ കാണിക്കുന്നത്? അവസാനമാണ് കാണിക്കുന്നത് ആ ഫാനിന്റെ അടിയിൽ ഒരു മനുഷ്യൻ ബെഡ്രിഡനായി, കിടപ്പുരോഗിയായി കിടപ്പുണ്ട് എന്ന്. 4 മിനിറ്റ് ഫാൻ കറങ്ങുന്നത് മാത്രം കാണാൻ നമ്മൾ അസ്വസ്ഥപ്പെടുമ്പോൾ കിടപ്പ് രോഗികൾ ആ ഒരു ഫാനോ ഒരു ലൈറ്റോ നോക്കി ജീവിതകാലം തുടർന്നുള്ള ജീവിതം മുഴുവൻ കിടക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു ഹ്രസ്വ ചിത്രത്തിൽ കൂടെ എത്ര വലിയ മെസ്സേജാണ് നമുക്ക് തന്നിട്ടുള്ളത്. അവിടെയാണ് പരീക്ഷിക്കാറ് കൂടുതൽ. കാരണം അവരുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. 4 മിനിറ്റ്, 5 മിനിറ്റിൽ വെറും 4 മിനിറ്റ് ഒരു ഫാനിന്റെ കറക്കം മാത്രം നോക്കിയിരിക്കാൻ അസ്വസ്ഥരായി പോയ നമ്മൾ തുടർന്നുള്ള ജീവിതകാലം മുഴുവൻ ഈ ഒരു ഫാൻ കറക്കത്തിലോ ഒരു ലൈറ്റിലോ മാത്രം ഇരുന്നു പോകുന്ന അവരുടെ ഇടയിലേക്ക് നമുക്ക് ചെല്ലുവാൻ കഴിയണം. അതിന് പ്രിയതയാകണമെന്നില്ല, നമുക്ക് എല്ലാവർക്കും ചെല്ലാൻ കഴിയണം. ഇന്നു മുതൽ നമ്മൾ ഇന്ന് ഇത്രയും വലിയൊരു പരിപാടി വെസ്റ്റ് ബേക്കറിയുടെയും CMC ഹോസ്പിറ്റലിന്റെയും ഇവിടെയുള്ള ഒരുപാട് വ്യാപാര വ്യവസായികളുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ സഹകരണത്തോടെ നമ്മൾ ഇന്ന് ഇത്രയും വലിയ പ്രോഗ്രാമുകൾ ഇന്നിവിടെ നടത്തുകയാണ്. അതിൽ അങ്ങേയറ്റ ഹൃദയത്തിന്റെ ഭാഷയിൽ ഈ സമയത്ത് ഓണത്തിനോടനുബന്ധിച്ച് ഇങ്ങനെയുള്ള ഒരു പരിപാടി
സംഘടിപ്പിക്കാൻ മുൻകൈയെടുത്ത പഞ്ചായത്തിന് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതിയെ അങ്ങേയറ്റം ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം നമുക്ക് ഈ പ്രോഗ്രാമിനെ കൂടുതൽ ഫലവത്താകണമെങ്കിൽ ഈ പ്രീതയെ പോലാകുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമോ? ഒന്ന് വീട്ടിൽ ചെന്ന് നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന രോഗികളായി കിടക്കുന്ന ഒരു 10 വീട്ടിൽ ഒരു വീട്ടിലെങ്കിലും ഒന്ന് ചെന്ന് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ 2 വാക്ക് സംസാരിക്കുവാൻ, അവരോടൊന്ന് ചേർന്നിരിക്കുവാൻ, ഒന്ന് ചിന്തിക്കുവാൻ, അവരെ ഒന്ന് കേൾക്കുവാൻ, പോട്ടെ എന്ന് പറയുവാൻ, ഒന്ന് തലോടുവാൻ ഒക്കെ നമുക്ക് കഴിയും. അങ്ങനെ കഴിയുമ്പോൾ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടത്തിയ ഈ സ്പർശം എന്ന പ്രോഗ്രാം പൂർണ്ണ അർത്ഥത്തിലെത്തുമെന്ന് നമുക്ക് പറയാൻ കഴിയും. അങ്ങനെ എത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. പ്രൈമറി സെക്കൻഡറി പാലിയേറ്റീവ് കെയറിനായി കോട്ടയം ജില്ലാ പഞ്ചായത്ത് 70 ലക്ഷം രൂപയാണ് വകയിരുത്തുന്നത്. അത് പഞ്ചായത്തുകൾക്കൊക്കെ വിഹിതം നൽകുന്നതിലും ഇപ്പോൾ ടെറിഷറി പാലിയേറ്റീവായിട്ട് മെഡിക്കൽ കോളേജിൽ നമുക്ക് പാലിയേറ്റീവ് കെയർ ഉണ്ട്. വളരെ നല്ല രീതിയിൽ ഡോക്ടർ പ്രവീൺ ഉൾപ്പെടെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. അഭിമാനമാണ് ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പുമായിരിക്കുവാൻ. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം അന്ന് 2003 ഞാൻ പോയി കണ്ട ഹോം കെയർ ആൻഡ് പാലിയേറ്റീവ് കെയർ ആണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഇതിൽ നിന്ന് ഏതാണ്ട് 5 വർഷം 2-3 മാസങ്ങളെ കഴിയുമ്പം ജനപ്രതിനിധി എന്ന റോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോലും ഇതുപോലൊരു സംഘടനയുമായി കൂടുതൽ ശക്തമായി സജീവമായി മുന്നോട്ട് പോകാനാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതിന്റെ കരുത്തായാണ് ഈ എക്സ്പീരിയൻസുകളെ എല്ലാം ഏറ്റെടുക്കുന്നത് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഓണത്തിന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറ്റവും വലിയ ഹൃദയം നിറഞ്ഞ സന്തോഷവും സ്നേഹവും പങ്കുവച്ചിട്ടുണ്ട്. എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. മേഡത്തിനോടുള്ള നന്ദി അറിയിക്കുന്നു. അപ്പോ തുടർച്ചയായിട്ടുള്ള കുറച്ച് പ്രസംഗങ്ങളായിരുന്നു ഇത്രയും സമയം. എല്ലാവരും അതൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നിങ്ങളോടൊപ്പം ഇവിടെ INVSOD പുതുപ്പള്ളിയിലെ 8ാം സെമസ്റ്റർ BSc നഴ്സിംഗ് വിദ്യാർത്ഥികൾ ചിലർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ ഈ ഒരു വലിയൊരു ബഹുമാനപൂർവ്വമുള്ള ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായിട്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ അക്ഷയമോൾ KA 8ാം സെമസ്റ്റർ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയാണ്. അക്ഷയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കോളേജിലെ ഏതൊരു പ്രോഗ്രാമിനും വയലിനിലൂടെ നമ്മുടെ ശ്രദ്ധ ആകർഷിച്ച ഒരു പ്രിയ വിദ്യാർത്ഥിനിയാണ്. നിങ്ങളിലേക്കും അവൾ ആ ഒരു വയലിൻ, അവളുടെ ആ ഒരു കഴിവിനെ നിങ്ങളുടെ മുൻപിലും പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലെറ്റ് മീ ഇൻവൈറ്റ് അക്ഷയമോൾ KA ഫോർ ദ വയലിൻ പെർഫോമൻസ്.
ആരോഗ്യരംഗ മേഖലയിൽ സമർപ്പണത്തോടും കരുണയും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആദ്യമായി ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി പ്രീത കെ പാലിയേറ്റീവ് കെയർ നഴ്സിനെ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു കയ്യിൽ നമുക്ക് കൊടുക്കാം. തന്റെ അനുഭവ സേവനവും വ്യക്തിഗത ശ്രദ്ധയും പ്രത്യേകിച്ച് പാലിയേറ്റീവ് രോഗികൾക്ക് മാറ്റിവെച്ച് അവരുടെ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസവും കരുണയും നൽകുന്ന പ്രതിസന്ധികളെയും വ്യത്യസ്ത സാഹചര്യങ്ങളെയും മറികടന്ന് തന്റെ സേവനം സമൂഹത്തിന് പ്രത്യാശയും സ്വാതന്ത്ര്യം പകർന്നു നൽകുന്ന ശ്രീമതി പ്രീത കേക്കയോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അടുത്തതായി ആദരവ് നൽകുന്നതിനായി കോട്ടയം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ പ്രിയ മേഡത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ആദരവ് ഏറ്റുവാങ്ങുന്നതിനായി എൻ രാധാകൃഷ്ണൻ പുതുപ്പള്ളി ചാരിറ്റബിൾ ക്ലബ് സെക്രട്ടറിയെ ക്ഷണിച്ചുകൊള്ളുന്നു. മനോഹരമായ ഒരു സംഗമവും ഓണാഘോഷവുമാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ പാർട്ടിസിപ്പേഷൻ കൊണ്ട് തന്നെ ഈ സദസ്സ് വളരെ മനോഹരമായിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് പാലിയേറ്റീവ് കെയറിനെ പറ്റിയും എല്ലാം ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യവുമില്ല. നമ്മളെല്ലാവരും അതിൽ പ്രവർത്തിക്കുന്നവരും അതിൽ നേടുന്നവരും അതിൽ അംഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെപ്പറ്റി പറയുന്നില്ല. തീർച്ചയായിട്ടും നമുക്ക് വരും കാലങ്ങളിലും നമുക്കറിയാം നമ്മുടെ ഏജ് ആയുർദൈർഘ്യം കൂടുതലായ ഒരു സംസ്ഥാനമായ എന്ന രീതിയിൽ നമുക്ക് ഇനിയും പാലിയേറ്റീവ് പേഷ്യൻസും കൂടാനുള്ള ഒരു സാധ്യതയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റ് സർവീസിൽ നിന്ന് മാത്രമല്ല ബാക്കി NGOസിന്റെയും കൂടെ സഹായത്തോടെയാണ് നമുക്കിത് പ്രോഗ്രാം നല്ലതായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതിനായിട്ട് സഹകരിക്കുന്ന NGOസിന് പ്രത്യേകം അഭിനന്ദനം ഈ വേളയിൽ ഞാൻ അറിയിക്കുകയാണ്. എൻ രാധാകൃഷ്ണൻ സാറിനെ ഏറെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓണാഘോഷം. നന്ദി, നമസ്കാരം. സ്പർശം പദ്ധതിയിൽ ഈ യോഗത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാന്തമ്മ തോമസ്, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കൾ,